ഈ ഫുട്ബോൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രീമിയം പാക്കായ, അതായത് പോർച്ചുഗലിൻ്റെ പ്രീമിയം പാക്കായ റൊണാൾഡോയും മാർട്ടിനസും ഉൾപ്പെടുന്ന പാക്കിൻ്റെയും ഇംഗ്ലണ്ടിലെ പ്രീമിയം പാക്കായ മാനേജർ മൈക്കൽ ടുക്കലിൻ്റെയും പിന്നെ ഹാരി കെയിൻ്റെയും കാർഡിൻ്റെയും ഒരു റിവ്യൂവും ഗെയിം പ്ലേയുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോർച്ചുഗലിൻ്റെ പ്രീമിയം പാക്കിലേക്ക് കയറുമ്പോൾ ആദ്യം റോബർട്ട് മാർട്ടിനസിൻ്റെ ഒരു മാനേജർ കാർഡാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. ആൾക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് നോക്കേണ്ടത് ക്വിക്ക് കൗണ്ടറാണ്. ആളുടെ പ്രൊഫഷൻസി കൊടുത്തിരിക്കുന്നത് 90ഓളം റേറ്റിംഗ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ബോളുമാണ്. ലോങ് ബോൾ 89ഓളം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് 90 വരെ കയറുന്ന ഒരു പ്രൊഫഷൻസിയുള്ള ഒരു മാനേജറിനെ ഇറക്കുന്നത്, അതായത് കൊനാമി. ആളുടെ ബൂസ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് നോക്കണം നിങ്ങൾ, ഫിനിഷിംഗ് ആണ്. ആൾക്ക് നല്ല ഏതൊരു പ്ലെയർ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഫിനിഷിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റാക്കിംഗ് അവയർനെസ് ആണ്. അറ്റാക്കിങ്ങിലേക്ക് കയറി ചെന്ന് അടിക്കാനുള്ള ഒരു ബൂസ്റ്റർ കൂടിയാണ് സെക്കൻഡ് ബൂസ്റ്റർ എന്ന് കൊടുത്തിട്ടുള്ളത്. ലിങ്കപ്പ് പ്ലേ എന്ന് പറയുന്നത് LBയിൽ നിന്നോ RBയിൽ നിന്നോ ഒരു ക്രോസ് ഇടുക, അതായത് വിങ്ങിൽ നിന്ന് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ലിങ്കപ്പ് പ്ലേ ആണ് ആളുടെ ഇത് വന്നിട്ടുള്ളത്. ഇനി നേരെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതായത് ഇത്രയും ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ റൊണാൾഡോയുടെ കാർഡ് ഇങ്ങനെ ഇറക്കാറില്ല. കോയിൻസ് നല്ലോണം ഇതാക്കാനാണ്. ഇപ്പോൾ 2000 കോയിനിലേക്ക് ഇത് വെർത്താണോ എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഗെയിം പ്ലേയും വെർത്താണോ എന്നൊക്കെയുള്ള എല്ലാം നമ്മൾ, അതായത് 2-3 മാച്ച് കളിപ്പിച്ചതിന് ശേഷമാണ് ആളുടെ ഈ ഒരു പാക്ക്, അതായത് പോർച്ചുഗലിൻ്റെ പാക്കിൻ്റേത് ഞാൻ പറയാൻ പോകുന്നത്. ഹാരി കെയിൻ്റേത് കളിച്ചിട്ടില്ലെങ്കിലും ഈ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് എന്നാലും എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോർച്ചുഗലിൻ്റെ കാര്യം പറയാം. 3ഓളം മാച്ചുകൾ കളിച്ചതിനെയാണ് ഞാൻ പറയുന്നത്. റൊണാൾഡോ കാർഡ് എന്ന് പറയുന്നത് ഒരു 187ഓളം വരുന്ന ഒരു ഹൈറ്റുള്ള ഒരു പ്ലെയറാണ്. 41 വയസ്സിൻ്റെ ഒരു പോർച്ചുഗൽ എപ്പിക് കാർഡായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വന്നിരിക്കുന്നത്. ഒരു ഗോൾ പോച്ചറായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്ത്, അതായത് ഹാരി കെയിനോടൊപ്പം കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഫോം നോക്കണം. സ്റ്റാൻഡേർഡ് ആണ് ആളുടെ ഫോം. ഏതെങ്കിലും ഒരു കളിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു ഇതൊക്കെ വരും. പിന്നെ ബൂസ്റ്റർ സ്ലോട്ടിൽ ഒന്ന് എക്സ്ട്രാ ചെയ്യേണ്ടത് സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ആൾക്ക് കൊടുത്തിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത് സീസർ ഫിൻറ്റും ഹെഡിങ് ഉണ്ട്. അതേപോലെ തന്നെ വിൽ പവർ എന്ന് പറയുന്ന ഒരു സ്കില്ലോട് കൂടിയാണ് റൊണാൾഡോയുടെ പാക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ പാക്കിലേക്ക് വരുമ്പോൾ മൈക്കൽ ടൂക്കലിൻ്റെ ഒരു മാനേജർ കാർഡ് അവൈലബിൾ ആണ്. അവൻ്റെ പൊസിഷൻ ഗെയിമിങ്ങിലാണ്. അവിടെ ക്വിക്ക് കൗണ്ടർ ആണെങ്കിൽ ഇവിടെ പൊസിഷൻ ഗെയിമിലാണ് 90ഓളം പ്രൊഫഷൻസി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്വിക്ക് കൗണ്ടറിൽ 89ഓളം പ്രൊഫഷൻസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുടേത് എന്ന് പറയുന്നത് ബൂസ്റ്റർ ഒന്നാമത്തത് ലോ പാസ് ആണെങ്കിൽ രണ്ടാമത്തത് സ്റ്റാമിനയാണ്. നിങ്ങൾ നോക്കണം, സ്റ്റാമിനയാണ് രണ്ടാമത്തെ ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ആളുടെ ഇത്, അതായത് ലിങ്കപ്പ് പ്ലേ എന്ന് പറയുന്നത് DMF ഓർക്കസ്ട്രേറ്ററിൽ നിന്നും CFലേക്ക് ഗോൾ പോച്ചറിലേക്ക് അടിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ലിങ്കപ്പ് പ്ലേ വരുന്നത് ആളുടെ. ഇനി മെയിനായിട്ട് ഇതിൽ നോക്കണമെങ്കിൽ ഹാരി കെയിൻ്റെ ഒരു കാർഡാണ്. 33ഓളം ഏജ് പോകുന്ന ഒരു കാർഡാണ്, എപ്പിക് കാർഡാണ്. അപ്പോൾ ഇയാളുടെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇയാളുടെ പ്ലേയിങ് സ്റ്റൈലാണ്. റൊണാൾഡോത് ഗോൾ പോച്ചറാണെങ്കിൽ ആളുടേത് ഡീപ്പ് പ്ലേയിങ് ഫോർവേഡാണ്. നേരെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ബർബത്തോ ഒക്കെ ഉണ്ടാകുമല്ലോ, ബർബത്തോയുടെ ആ കാർഡൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഇതിനെ ഇതാക്കാൻ പറ്റും. കാരണം ഇയാൾ കുറച്ച് ഗോൾ പോസ്റ്റിന് പുറത്ത് നിന്നാണ് അടിക്കുന്നത്. പക്ഷേ സ്റ്റണ്ണിങ് ഒക്കെ നല്ലോണം വെച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഗോൾ പോച്ചറിന് അടുത്ത് വരില്ല എന്നാണ് ആളുടെ ഇത് വരുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഡീപ്പ് പ്ലേയിങ് ഫോർവേഡ് തന്നെയാണ്. ഇവിടെ ഗോൾ പോച്ചറാണെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഡായിരുന്നു ഹാരി കെയിൻ്റേത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാറ്റ്സ് ആണ്. ആളുടെ സ്റ്റാറ്റ്സും ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. അപ്പോൾ ഇത് അയാളുടെ ഫോം നോക്കുന്ന അൺവേവറിങ് ആണ്. നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആളുടെ പ്ലേയിങ് സ്റ്റൈലാണ് എനിക്ക് നെഗറ്റീവായിട്ട് ഈ കാർഡിൽ തോന്നിയത്. അതേപോലെ തന്നെ ഇയാൾക്ക് കൊടുത്തിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത് ലോ സ്ക്രീമറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ 2 പാക്കും കമ്പയർ ചെയ്തതിന് ശേഷം പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. പോർച്ചുഗലിൻ്റെ തന്നെയാണ് കുറച്ചും കൂടി എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം വിൽ പവറുള്ള റൊണാൾഡോ ആണ്. എവിടെ നിന്ന് വെച്ചെങ്കിലും കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇയാളുടെ സ്റ്റാറ്റ്സ് അങ്ങോട്ട് നോക്കാം. ഗോൾ പോച്ചറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇയാളുടെ സ്റ്റാറ്റ്സ് നോക്കണമെങ്കിൽ ഒഫൻസീവ് അവയർനെസ് നല്ലതുണ്ട്, ബോൾ കൺട്രോളും നല്ലതായി വരുന്നുണ്ട്, ഡ്രിബ്ലിങ്ങും നല്ല വരുന്നുണ്ട്, ഫിനിഷിംഗ് ആണ് ഇയാളുടെ മെയിൻ 97ഓളം പോകുന്നുണ്ട്. പിന്നെ ഹെഡിങ്ങും
കേളും പ്രേസിങ്ങും അതൊക്കെ നല്ലൊരു രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പീഡാണെങ്കിൽ 90ഓളം പോകുന്നുണ്ട്. കിക്കിംഗ് പവർ നോക്കണം 93ഓളം പോകുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കാർഡാണ്. ആൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്ന ഈ ഒരു ബൂസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മൾ പോകുന്നത് ഹാരി കെയിനുമായിട്ടുള്ള ഒരു കമ്പാരിസണത്തിനാണ്. അപ്പോൾ ഇത് ഹാരി കെയിൻ്റെത് അടുത്ത വീഡിയോയിലിടാം.